സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പാലക്കാട്, ആലപ്പുഴ എന്നീ ജില്ലകളിലേക്കായിട്ട് നടത്തിയ LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ PSC ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? തന്നിരിക്കുന്നത് AV കുട്ടിമാളു അമ്മ, T സുനന്ദാമ്മ, അക്കാമ ചെറിയൻ, ആനി മസ്ക്രീൻ എന്നിവരാണ്. ഭാഗമല്ലാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ B ആണ്, T സുനന്ദാമ്മയാണ്. അടുത്തത്: വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വന്ദേ മാതരം ഉറുദു പത്രമാണ്. വന്ദേ മാതരം ഉറുദു പത്രം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നത് ജോൺ ലോക്ക്. സൺ യാറ്റ് സെന്നിന്റെ തത്വങ്ങളേവ? സൺ യാറ്റ് സെന്നിന്റെ തത്വങ്ങൾ തന്നിരിക്കുന്നത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം. സൺ യാറ്റ് സെന്നിന്റെ തത്വങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്. C 1, 2, 3 എന്നിവ. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ D ആണ് ഉത്തരം. 193 അംഗങ്ങളാണ് UN-ൽ ഇപ്പോൾ ഉള്ളത്. 193 അംഗങ്ങൾ. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതാണ്? ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി നാങ്കിങ് ഉടമ്പടിയാണ്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ചത് നാങ്കിങ് ഉടമ്പടി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്? സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഓപ്ഷൻ A ആണ് ഉത്തരം. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി എന്നതാണ്. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി, പെരിഹീലിയൻ. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ് ആണ്. ഓപ്ഷൻ C ആണ് ഉത്തരം. ഹൈദരാബാദ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? കാക്കിനഡയെയും പുതുച്ചേരിയെയും തമ്മിലാണ് ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത്. കാക്കിനാഡ, പുതുച്ചേരി. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ്. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് 62.5 ഡിഗ്രി. ഓപ്ഷൻ D ആണ് ഉത്തരം. 62.5 ഡിഗ്രി. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗം അല്ലാത്തത്? NSSO. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗം അല്ലാത്തത്
ദേശീയ കുടുംബാരോഗ്യ സർവേയാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേയാണ് NSSOയുടെ ഭാഗം അല്ലാത്തത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് തൊഴിലില്ലായ്മ സർവേ, ഉപഭോക്തൃ ചെലവ് സർവേ, സാമ്പത്തിക സെൻസസ് എന്നിവയാണ് മറ്റു ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അടുത്തത്, ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വ്യവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ ബി, വ്യവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് വ്യവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 3-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്, അതിനുശേഷം പഞ്ചാബ്, ബീഹാർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്. നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്. ഇവിടെ തന്നിരിക്കുന്നു, ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഓപ്ഷൻ എ ആണ്. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നതാണ്. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നത് നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതാണ്. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായിട്ട് ലയിപ്പിച്ച ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയത്? ഇന്ത്യയുടെ 2ാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡ. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായിട്ട് ലയിപ്പിച്ച ആസ്തിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയത് ബാങ്ക് ഓഫ് ബറോഡ. ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്. അടുത്ത ചോദ്യം, ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത്. ഇവിടെ തന്നിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ കരമേഖല, ആ രാജ്യത്തിൻ്റെ വായുമേഖല, ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല, ആ രാജ്യത്തിൻ്റെ തീരപ്രദേശം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആ രാജ്യത്തിൻ്റെ തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖലയാണ് ആ രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്തുവാനാവാത്തത്. ഇവിടെ തന്നിരിക്കുന്നത് ഭൂപ്രദേശം, ജനാധിപത്യം, ജനങ്ങൾ, പരമാധികാരം. അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ജനാധിപത്യമാണ്. ഓപ്ഷൻ ബി, ജനാധിപത്യം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? രാഷ്ട്രീയ അവകാശങ്ങൾ തന്നിരിക്കുന്നത് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശം,
ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുവാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇതിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 4 മാത്രം. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കുവാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. രാഷ്ട്രീയ അവകാശം. അടുത്തത്, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? കാര്യനിർവഹണ വിഭാഗത്തിലാണ്. ഉദ്യോഗസ്ഥ വൃന്ദം ഉൾപ്പെടുന്നത് കാര്യനിർവഹണ വിഭാഗത്തിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ. രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള വസ്തുതകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. തെറ്റായിട്ടുള്ള വസ്തുത ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 2, 3, 4 എന്നിവ തെറ്റായിട്ടുള്ള വസ്തുതകളാണ്. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? ശ്രീ വി മുരളീധരൻ MP സഹമന്ത്രിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സഹമന്ത്രി. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ തന്നിരിക്കുന്നു. ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പം സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണ്. ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി സുപ്രീം കോടതിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ തന്നിരിക്കുന്നത് സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി എന്നാണ്. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ്. DY ചന്ദ്രചൂഡ്. ഇനി നാലാമത്തെ പ്രസ്താവന തന്നിരിക്കുന്നത് തെറ്റാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയല്ല, ഹൈക്കോടതിയാണ്. ഹൈക്കോടതി. അടുത്തത് 27ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്നത്? ഓപ്ഷൻ ഡി ആണ് ജനനി ജന്മരക്ഷ. പദ്ധതിയുടെ പേര് ജനനി ജന്മരക്ഷ. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് പ്രതിമാസ ധനസഹായം നൽകുന്നത്? ജനനി ജന്മരക്ഷ. അടുത്തത്, കല്ലേൽ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? കല്ലേൽ പൊക്കുടൻ കണ്ടൽ കാടുകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കണ്ടൽ കാടുകളുടെ സംരക്ഷണം. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ശ്രീ പിണറായി വിജയനാണ്. പിണറായി വിജയൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്? തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്
സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാനാണ്. പദ്ധതിയുടെ പേര് തെളിനീരൊഴുക്കും നവകേരളം പദ്ധതി. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. അടുത്ത ചോദ്യം, ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ഒന്നായി മുന്നേറാം, ഒന്നായി മുന്നേറാം എന്നത് കുടുംബശ്രീയാണ്. കുടുംബശ്രീ. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരതുലന നില നഷ്ടമാവുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? പാർക്കിൻസൺസ് രോഗമാണ്. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരതുലന നില നഷ്ടപ്പെടുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? പാർക്കിൻസൺസ് രോഗത്തിൻ്റെതാണ്. താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗമല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് സിലിക്കോസിസ്, സോറിയാസിസ്, ന്യൂമോകോണിയോസിസ്, ആസ്ബറ്റോസിസ്. തൊഴിൽ ജന്യ രോഗം അല്ലാത്തത് സോറിയാസിസ് ആണ്. സോറിയാസിസ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. പേരോർത്ത് വയ്ക്കണം, ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. ആരുടേതാണ്? റേച്ചൽ കാഴ്സൺ. എന്തിനെക്കുറിച്ചുള്ളതാണ്? DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. സ്ഥൂലധാതുക്കൾ ഏതൊക്കെയാണ്? സ്ഥൂലധാതുക്കൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. പദ്ധതിയുടെ പേര് സ്നേഹപൂർവം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെയും വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതാണ്? ആറ്റ്പാടിയാണ്. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായിട്ട് മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവാണ് ആറ്റ്പാടി. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. NIIMH ഹൈദരാബാദ് ആണ്. NIIMH ഹൈദരാബാദ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് വിസരണം. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം വിസരണം.
ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ്? ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമമാണ്. ഒന്നാം ചലന നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം പാസ്കൽസ് നിയമമാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വമാണ് പാസ്കൽസ് നിയമം. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് വിക്രം. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് ഓർഗനൈസൺ. ഓർഗനൈസൺ. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് ഓർഗനൈസൺ. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്കോറീജിയ ലഭിക്കുന്നത്? അക്കോറീജിയ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1HNO3 3HCl. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹെൻറി മോസ്ലി അറ്റോമിക നമ്പർ, മെൻഡലിയേവ് അറ്റോമിക മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ഡോബറൈനർ ത്രികങ്ങൾ. ഹെൻറി മോസ്ലി അറ്റോമിക നമ്പർ, മെൻഡലിയേവ് അറ്റോമിക മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ഡോബറൈനർ ത്രികങ്ങൾ. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? ഏറ്റവും കാഠിന്യമുള്ള ലോഹം ക്രോമിയം. അടുത്തത്, താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. താഴെ നൽകിയിരിക്കുന്നതിൽ എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചനകൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ എന്നിവ എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചനകളാണ്. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഗ്രഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? ഗ്രഷ്യശൃംഖനും അലക്സാണ്ടറും. ഓപ്ഷൻ സി ആണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം 87.58 മീറ്റർ ആണ്. 87.58 മീറ്റർ. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവലാണ് അണ്ടിൽ ഓഗസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അണ്ടിൽ ഓഗസ്റ്റ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിയത് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആര്? അയ്യപ്പ പണിക്കറാണ്. അയ്യപ്പ പണിക്കർ. അടുത്തത്, രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. രാമപുരത്തു വാര്യർ, കുചേലവൃത്തം. രാമപുരത്തു വാര്യർ, കുചേലവൃത്തം. കുഞ്ചൻ നമ്പ്യാർ, ഘോഷയാത്ര. സുഭാഷ് ചന്ദ്രൻ, പറുദീസ നഷ്ടം. കാളിദാസൻ, ഋതു സംഹാരം. അടുത്ത ചോദ്യം, ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? തന്നിരിക്കുന്നു. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു. ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണ് ഉള്ളത്.
ഓപ്ഷൻ സി ആണ് ഉത്തരം. 1 മാത്രം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള എളുപ്പമാർഗം ഏത്? ഫങ്ഷൻസ്. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. ഒരു പോയിന്റിംഗ് ഡിവൈസിന് ഉദാഹരണം മൗസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോം. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് വിഭാഗം 14. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. ഓപ്ഷൻ സി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ഭാഗം 3. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? NHRC മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് ഇൻഫോർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ 25,000. 69ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത്? വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ ഇതിൻ്റെ പകർപ്പുകൾ ആവശ്യപ്പെടുക. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. അടുത്ത് വരുന്നത് 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 12. 72 ഓപ്ഷൻ സി. 73 ഓപ്ഷൻ ഡി. 74ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 75 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 76 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 77 ഓപ്ഷൻ സി ആണ് ഉത്തരം. 78ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 79 ഓപ്ഷൻ ഡി. 80ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. അടുത്തത് he came early dash. Use the correct question tag. Option C. Didn't he? If I prepared well, I dashed the project. I would complete the project. One of my friends dashed with me yesterday. Was with me yesterday. I am sure that somebody was spying dash us. Spying on us. They said we arrived late. Change the speech. Option C. They said that they had arrived late. Which is the synonym for the word resemblance? Option A. Similarity. Identify the meaning of the idiom a piece of cake. Very easy task. A group of monkeys is called troop. The fear of the dark is known as Nightophobia. Write the one-word substitute for the art related to decorative and beautiful handwriting.
കാലിഗ്രാഫി. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ഒറ്റപ്പദം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ ആണ് തിരു പ്ലസ് അടി. 93-ാമത്തെ ചോദ്യം, കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈദ്യർ. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏത്? ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം അർവാചീനം. മഞ്ഞെന്നർത്ഥം വരാത്ത പദം നിധനം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം. പാദമാകുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റേസ്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. അവസാനത്തെ ചോദ്യം ചേർത്തെഴുതുവാനാണ്. കടൽ പ്ലസ് പുറം. ഓപ്ഷൻ സി കടപ്പുറം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.